ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നമുക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാലക്കാടിന് പോയപ്പോൾ അവിടുന്ന് കൊല്ലങ്കോടും കാണാൻ പോയി. അപ്പോൾ അവിടെ ഒത്തിരി നെൽപ്പാടങ്ങളെല്ലാം നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടിയാണ് ഈ ഓരോ പ്രകൃതി സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു ഹട്ട് പോലെ, പിന്നെ വള്ളം പോലെ, അങ്ങനെ പല പല സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുടിലിടം എന്നാണ് അതിൻ്റെ പേര് തന്നെ. കുടിലിടം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും നമ്മളെ അവിടെ കൊണ്ടുവിടും. കാരണം അത്രയ്ക്ക് ഫേമസാ ഇപ്പം ആ സ്ഥലം. അത്ര ഭംഗിയുമാ. സാധാ ഒരു നെൽപ്പാടമാണ്, പക്ഷെ അതിനെ അങ്ങ് ഭയങ്കര ഭംഗിയാക്കി എടുത്തേക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഈ ബന്ദിപ്പൂവ് സൈഡിൽ കൂടെ, വരമ്പിൻ്റെ സൈഡിൽ കൂടെ ബന്ദിപ്പൂവ്, പിന്നെ നമ്മുടെ പഴയ കാലത്തെ ഗ്രാമീണ ഓർമ്മകൾക്കുള്ള ഇരിപ്പിടം, പിന്നെ ഊഞ്ഞാൽ പോലുള്ളത്, അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഒരു സാധാരണ പണ്ടത്തെ കാര്യങ്ങളെല്ലാം. അതിനിപ്പോൾ പോകുന്നതിന് ചെറിയൊരു പാസ് ഉണ്ട്. പാസ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ആ പാസ് എടുക്കുന്നിടത്തും ഈ ഒത്തിരി അരിയല്ല, ഈ നമ്മുടെ പഴയ കാലത്തെ ചാമ, പിന്നെ അങ്ങനെ ഈ മില്ലറ്റിൻ്റെ പല പല ഐറ്റങ്ങളുണ്ട്. അതൊക്കെ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടകൾ, സഞ്ചികൾ, അങ്ങനെ അതൊക്കെ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ഈ ഉന്തുവണ്ടി, അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി സാധനങ്ങളും, പിന്നെ ഓലമേഞ്ഞ കെട്ടിടമല്ല, ഒരു ഹട്ട് പോലെ, അങ്ങനെയുള്ള സംഭവങ്ങൾ. നല്ല രസമാണ്. നമ്മുടെ പഴയ കാലത്തിലോട് നമ്മളങ്ങ് പോകും അത് കാണുമ്പോൾ. ഒത്തിരി ഏക്കർ കണ്ടമാട്ടോ അത് ഒത്തിരി സ്ഥലമുണ്ട്. എല്ലാം കണ്ടങ്ങളെല്ലാം നന്നായിട്ട് വിളഞ്ഞു നിൽക്കുക. അതിനകത്ത് കുറച്ച് കൊയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വിളവായതൊക്കെയാണ്. അല്ലാത്തതെല്ലാം അങ്ങനെ വിളഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ കൊയ്യാനുള്ള സമയമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുമുണ്ട് കാണാനായിട്ട്. വിളഞ്ഞു നിൽക്കണ കാണുമ്പോഴേ നമുക്കൊരു മനസ്സ് നിറയും. അതുപോലെ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പോയ സമയം എന്ന് പറയുമ്പോൾ ഒരു വെയിലധികം ആയില്ല, നല്ല തണുപ്പും കാറ്റും കൂടിയായിരുന്നു. രാവിലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. വെയിലായിട്ട് അങ്ങനെ തോന്നിയില്ല. പക്ഷെ നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗി. എനിക്കത് കണ്ടിട്ടും ഒന്നോടെ നമുക്ക് പോകാനുള്ള അത് സീസൺ സമയം. പിന്നെ ഈ കൊയ്ത് കഴിയുമ്പോൾ വേറൊരു സൗന്ദര്യമാണ്. ഇപ്പം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിന് വേറൊരു സൗന്ദര്യം. അങ്ങനെയാണെന്നാണ് എല്ലാവരും അവിടെ പറഞ്ഞത്. കൊയ്ത് കഴിയുമ്പോൾ വേറെ രീതിയാണ്. അപ്പോൾ അന്നേരം കാള ഉഴുവുന്നതും, പിന്നെ ഈ കൊക്ക്, താറാവ്, അതെല്ലാം കയറി ഇറങ്ങി. അപ്പോൾ അതിൻ്റെ സൗന്ദര്യം വേറെ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കളെല്ലാം നന്നായിട്ട് പൂവായിട്ട് നിൽക്കുന്നു. പിന്നെ നെൽക്കതിരെല്ലാം പാകത്തിന് ഇങ്ങനെ കൊയ്യാൻ പാകത്തിനായി നിൽക്കുന്നു. കാണാനേ കണ്ണ് നമ്മുടെ മഞ്ഞളിച്ചും. അതുപോലെ സൗന്ദര്യം പണ്ട് കാലങ്ങളിലുള്ളതാണ്. ഇപ്പോൾ എങ്ങും അതിങ്ങനെ നാട്ടിൻപുറത്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയി. കുറേ നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ കയറിയിരുന്ന് നമുക്ക് ചുമ്മാ ഒരു രസം. ഒരു വൈകുന്നേരം, രാവിലെ ഈ സമയത്തൊക്കെ നല്ലത്. അല്ല ഉച്ചയ്ക്ക് പോയാൽ ഭയങ്കര വെയിലായിരിക്കും. കാരണം പാലക്കാടൻ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. ഞങ്ങൾക്ക് പോയപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. നല്ല കാലാവസ്ഥയായിരുന്നു. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ എന്തെങ്കിലും നമ്മൾ കൊണ്ടുപോകണം. കാരണം അതിൻ്റെ അകത്തൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഈ കണ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടിക്കാം, അല്ലാതെ അകത്തോട്ട് പോയാൽ ഒന്നുമില്ല. ഇങ്ങനെ പണ്ടിങ്ങനെ വഴിയോരത്തൊക്കെ ഒരേ ഹട്ടൊക്കെ ഉണ്ടാക്കി, അതേപോലത്തെ ഹട്ടുകളും ഇതൊക്കെ ഉള്ളൂ. പക്ഷെ നല്ലൊരു സൗന്ദര്യമായിരുന്നു അത് ആകർഷിച്ച് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്കത്. അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പം ഞങ്ങളത് കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്കതൊന്നുകൂടെയും കാണാമേ.
ഈ കുടിലിടമൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു അയ്യപ്പൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഹോംലി ഫുഡാന്ന് പറഞ്ഞു, ഫേമസ് അതാ. എല്ലാവരും ഒത്തിരി പേര് വന്ന് കഴിക്കുന്നവരെ, സിനിമാക്കാരൊക്കെ കഴിക്കുന്നതാന്നൊക്കെ ഒത്തിരി പേര് അവിടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ പോയി. പക്ഷേ നല്ല ഹോംലി ഫുഡ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മാതിരി അധികം ഐറ്റങ്ങളില്ല. എന്നാൽ കുറച്ച് സ്പെഷ്യൽ വേണ്ടവർക്ക് സ്പെഷ്യൽ തരും, അല്ലാതെ നോർമൽ ഫുഡൊക്കെ. അതെല്ലാം കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരുകയായിരുന്നു, ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നാടൻ നമ്മളെ വീടുകളിൽ കഴിക്കുന്ന പോലെ തന്നെ ഹോംലി ഫുഡായിട്ട്. ശ്രീനിവാസനൊക്കെ കഴിച്ച അവിടെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പം അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.